ഇവിടെ ഈ കാണുന്ന നമ്മളീ പ്രദർശിപ്പിക്കുന്ന ഫോട്ടോകൾ ഇപ്പം ഇങ്ങനെ കാണുമ്പോൾ വളരെ വൈകാരികമായ വാക്കുകൾ അല്ലെങ്കിൽ ആത്മാർത്ഥമായ സൗഹൃദങ്ങൾ, വളരെ ചെറിഷ് ചെയ്യേണ്ട നല്ല നല്ല ഓർമ്മകൾ, നമ്മളിവിടെ ഇത്രയും ഫോട്ടോകൾ ഇതിപ്പം ഞങ്ങൾ സത്യത്തിൽ ഇവിടെ ഗൂഗിളിൽ സെർച്ച് ചെയ്തോ അല്ല അങ്ങനെയൊന്നും എടുത്തോ അല്ല, ഞാൻ സജിയേട്ടൻ്റെ അടുത്തുനിന്ന് ഞാൻ വാങ്ങിച്ചതാണ്. അവിടെ സൂക്ഷിച്ചു വെച്ചിരിക്കുന്ന അദ്ദേഹത്തിൻ്റെ ഓർമ്മകളുടെ ശേഖരങ്ങളിൽ നിന്ന് ഞങ്ങൾ വാങ്ങിച്ചെടുത്തിട്ടുള്ള ഫോട്ടോകളാണ് നമ്മളിവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത്. നിങ്ങളുടെ ഒരു ഈ സിനിമാ നടന്നുള്ള നിലയിൽ അന്ന് സാധാരണ ഫോട്ടോകളും കാര്യങ്ങളും ഓർമ്മകളും ഒക്കെ ഒരുപാടുണ്ട്. ഇപ്പോൾ വാച്ചുണ്ട്, കാറുണ്ട് എന്നൊക്കെ പറയുന്നില്ലേ. ബാല്യകാലത്ത് ഒരുപാട് ഓർമ്മകൾ അതുപോലെ ശേഖരിക്കപ്പെട്ട് വെച്ചിട്ടുണ്ടോ നിങ്ങളുടെ കയ്യിൽ? ഓൾമോസ്റ്റ് ആ സമയത്ത് ഡാഡി അന്ന് ഉണ്ടായിരുന്ന സമയത്തെ ഉള്ള എല്ലാം ഞാൻ പറ്റുന്നത്രയൊക്കെ ഞാൻ കളക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ എനിക്ക് തോന്നുന്നു കുറച്ചുകൂടെ എന്നെക്കാട്ടിൽ ഈ നൊസ്റ്റാൾജിക് ഫീലിംഗ് എൻ്റെ മോന് കുറച്ച് കൂടുതലാണെന്ന് തോന്നുന്നു. അപ്പോൾ അവനത് കുറച്ചുകൂടെ പ്രിസർവ് ചെയ്യാൻ ഇൻട്രസ്റ്റഡ് ആണ്. എല്ലാ ഫോട്ടോസ് ആണെങ്കിലും പഴയ സർട്ടിഫിക്കറ്റ്സ് ഡയറക്റ്റ് സ്കൂൾ ഫോട്ടോസ് വരെ എടുത്തു വെച്ചിട്ടുണ്ട്. സിനിമയിലാണെങ്കിലും എനിക്ക് തോന്നുന്നു ആദ്യമായിട്ട് വിദേശത്ത് ഷൂട്ട് ചെയ്ത മലയാള സിനിമ സോമേട്ടൻ്റെ സിനിമയാണ് ഏഴാം കടലിനക്കരെ എന്ന് പറയുന്ന സിനിമ. 79 IVC സാർ സംവിധാനം ചെയ്ത സിനിമ അമേരിക്കയിൽ ഷൂട്ട് ചെയ്തത്. അതല്ലേ ആദ്യമായിട്ട് വിദേശത്ത് ഷൂട്ട് ചെയ്ത സിനിമ? ഉണ്ട്. എനിക്ക് അതിൽ ജനാർദ്ദനൊക്കെ അമേരിക്കയിൽ പോയിട്ടില്ലേ നിങ്ങള്? അതിലാണ് ഈ മറ്റേ സുരലോക ജലധാര ഒഴുകി ഒഴുകി എന്നുള്ള പാട്ടൊക്കെ ഉള്ള സിനിമ ഉള്ള പടം. അതില് KR വിജയ മാഡത്തിന്റെ കൂടെ അഭിനയിക്കുന്നത് അമേരിക്കയിലുള്ളൊരു ഇൻഷുറൻസ് ഏജന്റ് ആണ് ആ സായിപ്പ്. അവിടെ അതിൽ അഭിനയിക്കുന്ന ആള്. അപ്പം അവിടെ പോയപ്പോ ഞാൻ അതിന്റെ ചില പഴയ ഫോട്ടോകളും ജനാർദ്ദന്റെ ഉൾപ്പെടെയുള്ള ഫോട്ടോകളും ഒക്കെ കണ്ടു. അന്ന് അമേരിക്കയിലത്തെ ആദ്യത്തെ പോക്കും ഷൂട്ടിംഗ് ഒക്കെ എങ്ങനെ ഉണ്ടായിരുന്നു ജനാർദ്ദൻ ചേട്ടാ? അത് ഞങ്ങളൊരു 10-26 വർഷം ഉണ്ടായിരുന്നുള്ളൂ. അത് കുറച്ച് ഇന്നത്തെ അമേരിക്ക തന്നെ. അന്ന് 42nd സ്റ്റേറ്റൊക്കെയുള്ള 42nd സ്റ്റേറ്റൊക്കെയുള്ള മൻഹാട്ടനില്. അപ്പൊ അവിടെ ഈ കൈക്കകത്ത് ക്യാമറയായിട്ട് വിപിൻ ദാസ് ഞങ്ങൾ ഷൂട്ട് ചെയ്യാൻ പോയി. യവന്മാര് വന്നിട്ട് ഇയാൾക്കിടെ ഒരു അടി കൊടുത്തിട്ട് ക്യാമറ ഒക്കെ പിടിച്ചു തിരിച്ച് മേടിച്ചോട്ടൊക്കെ ഓടാപ്പെട്ട പാട് ഓടിപ്പെട്ടത് അമേരിക്കയില്. അന്ന് ജോൺസ് ബീച്ചിലൊക്കെ നമ്മൾ സ്ട്രൈറ്റ് ആയിട്ട് പറയാതെ പോയി ഷൂട്ട് ചെയ്തത്. അതില് സോമൻ തന്നെയായിരുന്നു കഥാപാത്രത്തിന്റെ പേരെന്ന് എനിക്കൊരു സംശയമുണ്ട്. കാരണം 79 ഈ പടം ചെയ്യുമ്പം അതിലുണ്ട്. അതുപോലെ ഞാനിപ്പോ രഞ്ജേട്ടനോടോ ജനാർദ്ദൻ ചേട്ടനോടോ ചോദിക്കുന്ന പോലെ അതിന് തൊട്ടു മുമ്പുള്ളൊരു കാലഘട്ടത്തിലെ ഒരുപാട് ലെജൻസ് ആയിട്ടുള്ള ആളുകളോടൊപ്പം വർക്ക് ചെയ്തിട്ടുള്ള ആളാണ് സോമേട്ടൻ എന്ന് പറയുന്നത് അല്ലേ? അപ്പൊ നിങ്ങൾ കാണുന്ന സമയത്ത് ആ കാലത്തെ ഓർമ്മകൾ, അതിന്റെ തൊട്ടു ബാക്കിൽ നിന്നുള്ള ഒരു ഓർമ്മകൾ അദ്ദേഹം പറയാറോ പങ്കുവെക്കാറോ, സംവിധായകരെ കുറിച്ചോ അല്ലെങ്കിൽ ഈ സിനിമയുടെ ഒരു ക്രിയേറ്റീവ് സൈഡിലുള്ള കാര്യങ്ങളെ കുറിച്ചോ ഒക്കെ അദ്ദേഹം പറയുമായിരുന്നോ? സോമേട്ടൻ എപ്പോഴും സൗഹൃദങ്ങളെ കുറിച്ച് തന്നെയാണ് സംസാരിച്ചിട്ടുള്ളത്. ഈ തരം അദ്ദേഹം പറഞ്ഞു എപ്പോഴും സിനിമ അദ്ദേഹത്തിന് സൗഹൃദങ്ങളിലേക്കുള്ള ഒരു യാത്രയായിട്ടാണ് കണ്ടിട്ടുള്ളത്. അല്ലാതെ അത്തരം അഭിനയത്തിൻ്റെ അത്തരം അനുഭവങ്ങളെക്കുറിച്ചോ മൊമെന്റ്സിനെ കുറിച്ചോ ഒന്നും അല്ല ആളുകളെ കുറിച്ചാണ് എപ്പോഴും സംസാരിക്കുന്നത്. MGRന്റെ കൂടെ ഒരു തമിഴ് പടത്തിൽ അഭിനയിച്ചിട്ടുള്ളതായിട്ട് കേട്ടിട്ടുണ്ട്. MGRന്റെ അച്ഛനായിട്ട് അഭിനയിച്ചു. നാളെ നമതയിൽ MGRന്റെ അച്ഛൻ. ഇനിയും തമിഴ് പടങ്ങളില്ലേ? പിന്നുള്ളത് അവർ ഒരു തുടർക്കഥയോ അങ്ങനെ അവളൊരു തുടർക്കഥ തമിഴ് പടത്തില് ജോഷിയങ്ങളുടെ എയർപോർട്ട് ഉണ്ട്. കെ ബാലേന്ദ്രന്റെ സിനിമയാ അതിന്റെ പോസ്റ്റർ എനിക്ക് ഇപ്പോഴും ഓർമ്മ. അതിലല്ലേ ഈ പാട്ട് കളബ ചുമരു വെച്ച മേടേ, ആ പാട്ടല്ലേ? എന്നോട് ചോദിച്ചാ ഞാൻ പെട്ടെന്ന് അത് അങ്ങോട്ട് ചോദിച്ചു പെട്ടെന്ന് ആണോന്ന് എനിക്ക്. അത് കമലഹാസനാണ്. ഏത് പാട്ടാ സാധിക്ക പാടിയത്? ഏത് പാട്ടാ? കളബ ചുമരു വെച്ച മേടേ ഇളം കല്യാണമാലേ. അത് കല്യാണ വീട്ടിൽ കുറെ മിമിക്രി ഒക്കെ അതല്ലേ? ഞാൻ പിടിച്ചിട്ടോ വന്നു. അത്ര ഓർമ്മയുണ്ട്. പട്ടസദനാണ് അതിനകത്ത് മിമിക്രി മൊത്തം മറ്റേ ബേഡ്സിന്റെ ഒക്കെ വോയിസ് കൊടുത്തിട്ടുള്ളത്. പട്ടസദനാണ്. MGRന്റെ അച്ഛനായിട്ട് അഭിനയിച്ചത് സോമന്റെ അച്ഛനായിട്ട് അഭിനയിച്ച അങ്ങനെ ഉണ്ടായിട്ടുണ്ടോ? സോമന്റെ അച്ഛനായിട്ട് ഞാൻ അഭിനയിക്കുന്നത് ഇതാ ഒരു സിംഹം. ഇവനൊരു സിംഹം. ഒരു സംശയമുണ്ട്. അത് ഇവ എന്തിനൊക്കെ വന്നിട്ട് ഡാഡി പോടാ പൈപ്പൊക്കെ വെച്ചിട്ട് ഞാൻ കൊണ്ടൊക്കെ തലയാക്കി ഇവ അടുത്തത്
ഡാഡി എനിക്കൊന്ന് എന്നോട് ചോദിച്ച ആ ചോദ്യം കുറെ കൂടെ ജനാർദ്ദനിലേക്ക് പോയാൽ ഏതാ അതിന് പഴയ മുമ്പുള്ളത് കാലത്ത് അതാ ജനാർദ്ദൻ ചേട്ടാ ഞാൻ ചോദിച്ചത് ഞാൻ ഇപ്പൊ രഞ്ജനോട് ചോദിക്കണം നസീർ അതായത് സാറ് ഞാനിപ്പോ ജനാർദ്ദൻ ചേട്ടനോട് 79 നിങ്ങൾ അമേരിക്കയിൽ പോയത് എങ്ങനെയാ കാരണം ഞാൻ ജനിച്ചിട്ടില്ല ഞാനിപ്പോ അവിടെ പോയി പഴയ ആൽബം ഒക്കെ എടുത്ത് അത് ഷൂട്ട് ചെയ്ത വീട്ടിലൊക്കെ ഞാൻ പോയി ആ സിനിമയ്ക്ക് നിങ്ങൾ അങ്ങനെ അത് പറയുമ്പോ ആ ഞങ്ങളുടെ കാലഘട്ടം ഒരു കാലഘട്ടമാണ്. ആ അപ്പൊ സോമുവിന് അറിയാവുന്ന അവരെയൊക്കെ എനിക്കും അറിയായിരുന്നു. ആ അതെ അതേപോലെ അവരെ പിന്നെ നമ്മുടെ പഴയ ഡയറക്ടേഴ്സ് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ഫ്രണ്ട്ലി ആയിരുന്നവർ ശശികുമാർ സാറും എ വി രാജുവും ഒക്കെ വളരെ ഫ്രണ്ട്ലി ആയിരുന്നു. പക്ഷേ അങ്ങോട്ട് മാറിയത് സേതുബാബു സാറ്, സ്ട്രിക്റ്റാ. എം കൃഷ്ണൻ നായർ, വിൻസെന്റ് മാഷ് ഇവരൊക്കെ സെറ്റിലൊന്നും വന്ന് ആരോട് സംസാരിക്കരുത്, വളരെ സ്ട്രിക്റ്റ് ആയിരുന്നു. ആ മറ്റവർ വളരെ വളരെ ഫ്രീ ഉള്ള ആളുകളായിരുന്നു. അടുത്ത ജനറേഷൻ അല്ലേ അടുത്തത് ആ അപ്പം അങ്ങനെയുള്ള സംഭവങ്ങളല്ലാതെ അപ്പം അതുകൊണ്ട് നമുക്ക് അവരുമായിട്ട് മിങ്കിൾ ചെയ്യാൻ കൂടുതലായിട്ട് ആ ഡയറക്ടർ വലിയ പ്രോട്ടോകോൾ ഉള്ള ആണാണ്. പിന്നെ കുറച്ച് ഫ്രണ്ട്ലി ആയിട്ടുള്ള പി എൻ മേനോൻ സാറൊക്കെ ആ ആയിരിക്കും. മേനോൻ സാറ് കുറച്ച് ഫ്രീ ആയിരുന്നു. ഉം. ഞങ്ങളുടെ എല്ലാം ഞാൻ തന്നെ പ്രൊഡക്ഷൻ മാനേജരൊക്കെ ആയിട്ട് വർക്ക് ചെയ്ത് ഓ